ലോകകപ്പിൽ കരുത്തരായ ബ്രസീലിനെ സമനിലയിൽ തളച്ച് മൊറോക്കോ. ഇരു ടീമിനും ഓരോ ഗോൾ വീതം. അപരാജിതരായി 29 മത്സരങ്ങൾ പൂർത്തിയാക്കി മൊറോക്കൻ സംഘം. ബ്രസീൽ ഇറങ്ങിയത് നെയ്മറില്ലാതെ. സ്വിറ്റ്സർലൻഡിനെതിരെ ഇഞ്ചുറി ടൈമിൽ സമനില ഗോൾ പിടിച്ച് ഖത്തർ. എറണാകുളം മലയിടം തുരുത്ത് ഭൂമി പ്രശ്നത്തിന് പരിഹാരം. ദളിത് കുടുംബങ്ങളെ കുടിയിറക്കില്ലെന്ന് മന്ത്രി റോജി എം ജോൺ. സർക്കാർ നിർദ്ദേശം ഇരുകൂട്ടരും അംഗീകരിച്ചു. ഉന്നതിയിലെ താമസക്കാർക്ക് തർക്കഭൂമിയിൽ 5 സെന്റിൽ വീട് വെച്ച് നൽകും. നിർമ്മാണം പൂർത്തിയാകും വരെ നിലവിലുള്ള വീടുകളിൽ താമസിക്കുന്നതിനും ധാരണ. കോഴിക്കോട് നിപ്പ ബാധിച്ച 46-കാരൻ വെന്റിലേറ്ററിൽ തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി ഇന്ന് കോഴിക്കോട്. കെ മുരളീധരൻ എത്തുന്നത് ഏകോപനങ്ങളിൽ വൻ വീഴ്ചയെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ കേന്ദ്ര സംഘം ജില്ലയിൽ തുടരുന്നു. സംസ്ഥാനത്ത് ഷിഗല്ല ആശങ്കയേറുന്നു. ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 3 പേർക്ക്. ഇതുവരെ രോഗബാധിച്ചവരുടെ എണ്ണം 135 ഉയർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്തെ RSS 100ാം വാർഷിക പരിപാടിയിൽ സർവകലാശാല VC-മാരും പങ്കെടുത്തത്. കേരള MG മലയാളം സർവകലാശാല വൈസ് ചാൻസലർമാർ. VC-മാർ പങ്കെടുത്തത് RSS മേധാവി മോഹൻ ഭഗവതിന്റെ പ്രഭാഷണ പരിപാടിയിൽ. UDF സർക്കാരിനെ വെട്ടിലാക്കി വീണ്ടും നിയമന വിവാദം. സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിൽ CPI നേതാവും ഗവൺമെന്റ് പ്ലീഡറായി നിയമനം ലഭിച്ചത് തൃപ്പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. ദീപ്തിക്ക്. വനിതാ ലീഗ് നേതാവിന്റെ ഭർത്താവിനും നിയമനം നൽകിയെന്ന ആക്ഷേപം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്ന് നിർണായക സാമ്പിൾ പരിശോധന. SIT സംഘം സന്നിധാനത്ത് കട്ടിളപ്പാളികളുടെയും പ്രഭാമണ്ഡലത്തിന്റെയും സാമ്പിൾ ശേഖരിക്കും. പരിശോധന നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് SIT. സ്ക്രീൻഷോട്ട് ഉറവിടത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം. 2 ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. ഇറാൻ US സമാധാന കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാർ പ്രാബല്യത്തിലായാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറക്കും. ഉചിതമായ സമയത്ത് യുറേനിയം പിടിച്ചെടുക്കും. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്നും ട്രംപ്. അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. അഫ്ഗാന്റെ 195 റൺസ് 13 പന്ത് ശേഷിക്ക് മറികടന്നു. 83 റൺസുമായി തിളങ്ങി നായകൻ ശുഭ്മാൻ ഗിൽ. പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. ഏകദിനം കളിക്കുന്ന പ്രായമേറിയ താരമായി രോഹിത് ശർമ്മ.